തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഗായത്രി ആൻറ്റിയെ ആദ്യമായി ഞാൻ കാണുന്നത്. അമ്മ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പുതുതായി ഗസ്റ്റഡ് ഓഫീസറായി ചാർജ് എടുത്തതാണ് അവർ. ഏകദേശം അമ്മയുടെ പ്രായമുണ്ടാകും. നല്ല സംസാരവും പെരുമാറ്റവും, വെളുത്ത് കൊഴുത്ത ഒരു വള്ളുവനാടൻ സുന്ദരി. അവർ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള മറ്റ് ജോലിക്കാരുടെ ഇടയിൽ ഒരു താരമായി വളർന്നു വന്നു. 2 പെൺകുട്ടികളാണ് ആൻറ്റിക്ക്. ഒരാൾ എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതാണ്. അവൾ വിദേശത്താണ്, എവിടെയോ പഠിക്കുകയാണ്. ഇനിയുള്ളത് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവൾ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയോടൊപ്പം. ഒന്നിലും ഒരു താല്പര്യമില്ലാതെ ചുമ്മാതെ കറങ്ങി നടക്കുന്ന എന്നെ ആദ്യമേ ആൻറ്റി ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കാരണം അമ്മയിൽ നിന്ന് ആൻറ്റി ചോദിച്ച് മനസ്സിലാക്കി. എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇക്കാര്യത്തിൽ എന്നെ മറ്റു പലരും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനതൊന്നും ചെവി കൊണ്ടില്ല. പക്ഷേ ആൻറ്റിയുടെ സംസാര രീതിയും പെരുമാറ്റവും എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തു പറയാൻ വലിയ സുഹൃത്തുക്കളൊന്നും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഗായത്രി ആൻറ്റി എൻ്റെ ഒരു നല്ല സുഹൃത്തായി കടന്നു വന്നു. അങ്ങനെ ആൻറ്റിയുടെ മാസങ്ങളോടൊപ്പമുള്ള നിരന്തര ശ്രമങ്ങളുടെ ഫലമായി ഞാൻ എൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. അതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമാണ് സത്യത്തിൽ ആൻറ്റിയെ ഞാൻ ശരിക്കും നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പൊക്കത്തിനൊത്ത വണ്ണവും നല്ല ഭംഗിയുള്ള സൗന്ദര്യ പ്രകൃതിയുമായിരുന്നു. അത്യാവശ്യത്തിന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ആൻറ്റിക്ക്. ഒരു സുന്ദരി തന്നെ. അപ്പോഴേക്കും എൻ്റെ സ്വപ്നറാണിയും ആരാധനാ കഥാപാത്രവുമായി മാറിക്കഴിഞ്ഞിരുന്നു ഗായത്രി ആൻറ്റി. ആൻറ്റി കാണാതെ ഒരു ദിവസം പോലും ഞാൻ ചിലവിടാറില്ല എന്ന അവസ്ഥയിൽ ഞാൻ എത്തിയിരുന്നു. അവരുടെ സൗന്ദര്യത്തേക്കാൾ കൂടുതൽ അവരുടെ തേൻ പൊഴിക്കുന്ന സംസാരവും സാമീപ്യവും ഞാൻ ആഗ്രഹിച്ചു. പൊതുവെ സ്ത്രീകൾ വട്ടം കൂടിയിരിക്കുന്ന സംസാരിക്കുന്നിടത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കും ഞാൻ. ഇപ്പോൾ ആൻറ്റിയുടെ സംസാരം കേൾക്കാനായി അവരിൽ ഒരാളായി മാറി ഞാൻ. ചിലർ വരുമ്പോൾ ചിലരുടെ ജീവിതം വഴിമാറും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയായിരുന്നു എന്നിലും ആൻറ്റി. അവർ വന്നതും എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു ജീവിത ലക്ഷ്യമില്ലാതെ എങ്ങനെയെങ്കിലും എൻജിനീയറിംഗ് പാസ്സായി അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി നേടണം ഒരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആൻറ്റിക്ക് എനിക്ക് മുന്നിലോട്ട് തുറന്ന് തന്നതും അതായിരുന്നു. എൻജിനീയറിംഗിൽ വിശാലമായ ഒരു ലോകം തന്നെയായിരുന്നു. അതോടുകൂടി എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം അമ്മയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നെങ്കിലും ക്യാഷായി തന്നെ വേണമായിരുന്നു. കുറേ ATMിൽ കറങ്ങിയെങ്കിലും 2 ദിവസമായി അവധിയായി കാരണം ക്യാഷൊന്നും എനിക്ക് കയ്യിൽ കിട്ടിയില്ല. പിന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി ആൻറ്റിയുടെ വീട്ടിൽ പോയി പൈസ വാങ്ങാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ദിവസമായി ആൻറ്റിയെ കണ്ടിട്ടും ആൻറ്റിയെ കാണാമെന്നും കൂടി ഓർത്തപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോയി. കോളിംഗ് ബെൽ അമർത്തി. ഞാൻ ആൻറ്റിയുടെ വരവിനായി കാത്തിരുന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആൻറ്റിയുടെ മകളാണ് വന്ന് വാതിൽ തുറന്നത്. തീരെ മെലിഞ്ഞൊരു പെൺകുട്ടി. ഇവൾ ആൻറ്റിയുടെ മകളാണോ എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരഴകുമില്ല, ഒന്നും തന്നെ ഇല്ല അവൾക്ക്. അത്ര കാണാനും സുന്ദരിയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അമ്മേ എന്ന് നീട്ടി വിളിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആൻറ്റി വന്നു. അവരെ കണ്ടതും എൻ്റെ തൊണ്ട വരണ്ടതുപോലെയായി. സാധാരണ ചുരിദാറിലും സാരിയിലുമാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ തനി വേഷത്തിൽ ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടായിരുന്നു ആൻറ്റിയെ ഞാൻ കാണുന്നത്.
ആ ബനിയനും ഷോർട്സിലും ആൻറ്റിയുടെ സൗന്ദര്യം അങ്ങ് എടുത്ത് കാണുന്ന വിധത്തിലായിരുന്നു. അവർ തൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ താളത്തിനനുസരിച്ച് തുള്ളുന്ന അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാമ്പഴക്കൂട്ടത്തിലായിരുന്നു എൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. അഴിഞ്ഞുലഞ്ഞ് കിടക്കുന്ന അവരുടെ മുടി. ഞാൻ കണ്ണെടുക്കാതെ അവരെ നോക്കി നിന്നു. എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴും എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഒരു പ്രത്യേക സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ മകുടം 180 ഡിഗ്രിയിൽ അങ്ങ് നിന്നുപോയി. ഹലോ, എന്താലോചിച്ച് നിൽക്കുക എന്ന ആൻറ്റിയുടെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഒരു നിമിഷം അവർ എന്നെ തന്നെ നോക്കി നിന്നുപോയി. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന മകുടം അതിൻ്റെ ഉയർച്ച കണ്ട് ചെറുപുഞ്ചിരിയോടെ അവർ എന്നെ നോക്കി ചിരിച്ചു. അതിനുശേഷം അവർ കയ്യിൽ വെച്ചിരിക്കുന്ന ക്യാഷ് എൻ്റെ നേർക്ക് നീട്ടി. എടാ, നീ പോകല്ല കേട്ടോ. അവിടുത്തെ ഒരു ഗാർഡൻ്റെ ടൂൾ ഇവിടെയുണ്ട്, ഞാൻ അതും കൂടി തന്ന് വിടാം എന്ന് പറഞ്ഞ് തിരികെ നടന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ആ ചരുവം കൂടി കുലുങ്ങുന്നതും കൂടി കണ്ടപ്പോൾ എനിക്കെന്തോ എന്തെല്ലാമോ പ്രകോപനം കൊള്ളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവർ തിരികെ വന്നപ്പോൾ കയ്യിൽ ടൂളില്ലായിരുന്നു. അതേ രീതിയിൽ അവർ തിരികെ വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മകുടത്തിന് ഒരു വെട്ടിവിറ അനുഭവപ്പെട്ടു. എടാ, ടൂൾ പിന്നിലെ സ്റ്റോറിൽ വെച്ചിരിക്കുകയാ, അവിടെ ലൈറ്റില്ല. നീ ആ ഫോണിലെ ലൈറ്റ് ഒന്ന് കാണിക്കേ, ഞാൻ എടുത്തു തരാം. ഞാൻ അവർക്ക് പിന്നാലെ നടന്നു. സ്റ്റോർ റൂം തുറന്നു അകത്ത് കയറി. ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തു പിടിച്ചു. അവർ അത് തിരയാൻ തുടങ്ങി. അവർ കുനിഞ്ഞു നിന്ന് ആ ഒരു ചാക്കിൽ പരതാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ കയ്യിലിരിക്കുന്ന ആ ചരുവം ഇമ വെട്ടാതെ നോക്കി നിന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പറക്കുന്നത് പോലെയായി. ക്ഷമ നശിച്ച ഞാൻ ഒരാവേശത്തിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ആ മകുടത്തിനെ അവരുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ചരുവത്തോട് കൂട്ടിമുട്ടിച്ചു. ആ പഞ്ഞിക്കെട്ടിൽ എൻ്റെ മകുടം അമർന്നപ്പോൾ അവർ ഒന്ന് ചാടി എഴുന്നേറ്റു. ഡാ, നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. അത് ആൻറ്റി, ഞാനറിയാതെ. ആഹാ, അറിയാതെയാണോ? എന്നിട്ടാണോ കൂടാരം കെട്ടിയ പോലെ